50 ദിനങ്ങളിൽ കർത്താവ് യേശു മിശിഹായുടെ പീഡാസഹനത്തെ ധ്യാനിക്കുവാൻ സെൻസിസ് മീഡിയയിലൂടെ നമുക്കിതാ ഒരു നല്ല അവസരം ലഭിച്ചിരിക്കുന്നു. മത്തായി ശ്ലീഹ അറിയിച്ച സുവിശേഷം 4-ാം അധ്യായത്തിൽ 11-ാമത്തെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി, ദൈവദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു. വളരെ മനോഹരമായ തിരുവചനം. നിന്റെ ജീവിതത്തിൽ പ്രലോഭനങ്ങൾ, വേദനിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ബന്ധനങ്ങൾ, തകർച്ചകൾ ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായി നീ ഒറ്റപ്പെടുന്ന അവസരമുണ്ടാകും. നിനക്കാരുമില്ലല്ലോ എന്നുള്ള ബോധ്യമുണ്ടാകും. അപ്പോഴാണ് ഈ തിരുവചനം നിന്നെ ശക്തിപ്പെടുത്തേണ്ടത്. പൈശാചികമായ ബന്ധനങ്ങൾക്ക് പലപ്പോഴും വളരെ സ്വീകാര്യമായ സാഹചര്യം ഒരുക്കപ്പെടും. അതാണ് നല്ലത് എന്ന് കരുതുന്ന സമയമുണ്ട്. അപ്രകാരം നല്ലതെന്ന് കരുതുന്നത് സ്വല്പം കഴിയുമ്പോൾ അത് നമ്മെ വിട്ടകരുന്ന അനുഭവം ഉണ്ടാകുമ്പോൾ നാം പൂർണ്ണമായും തകരുന്ന അനുഭവം, മാനസികമായി ചെറുതായി പോകുന്ന അവസ്ഥകളുണ്ടാകും. സമൂഹത്തിലൊന്നും അല്ലാതായിത്തീരുന്ന ഒരു മാനസിക തകർച്ചയുടെ അനുഭവം ഉണ്ടായിരുന്നത്. അവിടെയാണ് അടുത്ത വചനം നമ്മെ ശക്തിപ്പെടുത്തേണ്ടത്. ദൈവദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കേണ്ടത് ഈ വചനമാണ്. ആരെല്ലാം നിന്നെ വിട്ടകന്നാലും, എവിടെയെല്ലാം നീ വീണാലും, എത്രമേ നീ മാനസിക സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെട്ടാലും, നീ എത്രമാത്രം തഴയപ്പെട്ടാലും ദൈവം നിന്റെ കൂടെയുണ്ട് എന്ന് നീ ഓർക്കുക. ദൈവദൂതന്മാർ അടുത്തു വന്ന് ശുശ്രൂഷിച്ചു എന്നുള്ള ആ വചനം നിന്റെ ജീവിതത്തെ കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുത്തട്ടെ. നിനക്കുണ്ടായ ജീവിതത്തിലെ തകർച്ചകളിലെല്ലാം കൂടെ ഉണ്ടായിരുന്ന ദൈവം നിന്നോട് ഇപ്പോഴും കൂടെയുണ്ടെന്ന് നീ വിചാരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുക. എല്ലാവരും നിന്നെ വിട്ടകന്നു പോയെങ്കിൽ, എല്ലാവരുടെയും മുമ്പിൽ നീ നിസ്സാരമായി പോയെങ്കിൽ, ആർക്കും നിന്നെ വേണ്ടാതെ ആയെങ്കിൽ, കർത്താവായ ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട്. അവിടെ നിന്നെ പൊന്നുപോലെ കാത്തു സൂക്ഷിക്കുന്ന അനുഭവം, അവിടുത്തെ പൊന്നോമനയായി കരുതുന്ന നിമിഷം, അവിടുത്തെ പ്രിയപ്പെട്ടവനായി പ്രിയപ്പെട്ടവളായി മാറോട് ചേർത്ത് പൊതിഞ്ഞു സൂക്ഷിക്കുന്ന അനുഭവം, ആ ധൂർത്തപുത്രൻ തിരിച്ചു വന്നപ്പോൾ പിതാവ് മകനോട് കാണിച്ച സ്നേഹം നിന്നോടിപ്പോഴും കാണിക്കണം. ആ സ്നേഹമാണ് ഈ പീഡാസഹനത്തിൽ നീ ഓർക്കേണ്ടത്. ഈ 50 ദിനങ്ങൾ ധ്യാനിക്കാൻ ലഭിക്കുമ്പോൾ ഇത് നിന്റെ ജീവിതത്തിൽ എന്നും കൂടെ ആയിരിക്കട്ടെ. കർത്താവ് നിന്റെ കൂടെയുണ്ട്. അവിടുത്തെ ദൂതന്മാരെ അയച്ച് നിന്നെ ശക്തിപ്പെടുത്തും. എല്ലാ തകർച്ചകളിൽ നിന്നെ ഉയർത്താൻ ദൈവമായ കർത്താവ് നിന്റെ കൂടെയുണ്ട്. കർത്താവ് യേശു മിശിഹായുടെ പീഡാസഹനങ്ങൾ നിന്റെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ കർത്താവ് യേശു മിശിഹായ്ക്ക് ലഭിച്ച ആ വലിയ സ്വർഗീയമായ ആനന്ദം നിനക്കും ലഭിക്കുമെന്ന് നീ വിശ്വസിക്കുക. അതാണ് നമ്മുടെ വിശ്വാസം. കർത്താവ് യേശു മിശിഹ നമുക്ക് നേടിത്തന്ന ആ സ്വർഗീയ അനുഭവത്തിൽ നീയും പങ്കാളിയാകാൻ വിളിക്കപ്പെട്ടവനാണ് എന്നുള്ള സത്യം ഈ ധ്യാനാവസരത്തിൽ, പ്രത്യേകിച്ച് ഈ 50 ദിനത്തിൻ്റെ നാളുകളിൽ നിന്നെ നന്നായി സ്വാധീനിക്കട്ടെ. നിന്റെ വിശ്വാസം വർദ്ധിക്കട്ടെ. അങ്ങനെ വിശ്വാസത്തിൽ സ്ഥിരപ്പെടട്ടെ. ദൈവത്തെ ആമേൻ.